നമസ്കാരം, പവളിൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുജീവിതത്തിലേക്ക് കടന്നുവരാനുള്ള ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ചെവിയോർക്കാൻ യുവജനങ്ങളെ സഹായിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. യുദ്ധഭീകരതയിൽ അടിച്ചമർത്തപ്പെട്ടവരെ കർമ്മല മാതാവിന് സമർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. യൂറോപ്പിലും മധ്യേഷ്യയിലും പ്രതിരോധ മരുന്നുകൾ കിട്ടാതെ 1.25 ലക്ഷത്തോളം കുട്ടികൾ. ദൈവവിളികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. ജൂബിലി നിറവിൽ 100-ലധികം സന്യസ്തർ. ഇടവക വാർത്തകൾ. പാവങ്ങളോട് പക്ഷം ചേർന്ന് യൂണിറ്റുകളും. സഹോദര സ്നേഹത്തിന്റെ മറ്റൊരു മുഖം. വാർത്തകൾ വിശദമായി. പൊതുജീവിതത്തിലേക്ക് കടന്നുവരുവാനുള്ള ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ചെവിയോർക്കാൻ യുവജനങ്ങളെ സഹായിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ. ജൂലൈ 15 മുതൽ 20 വരെയുള്ള തീയതികളിൽ ആസുൻസിയോണിൽ നടക്കുന്ന സമ്മേളനത്തിൽ നമുക്കരികിലൂടെ കടന്നു പോവുകയും നമ്മെ ഉയർത്താൻ കരങ്ങുന്നിട്ടുകയും ചെയ്യുന്ന കർത്താവിനെ ഭയപ്പെടരുതെന്നും നാം ഉണർന്നിരിക്കണമെന്നും അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ മടിക്കരുതെന്നും അവന് വേണ്ടി നമ്മുടെ ഹൃദയവാതികൾ തുറന്നിടണമെന്നും ഫ്രാൻസിസ് പാപ്പ സന്ദേശത്തിൽ അറിയിച്ചു. യുദ്ധഭീകരതയിൽ അടിച്ചമർത്തപ്പെട്ടവരെ കർമ്മല മാതാവിന് സമർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനമായ ജൂലൈ 16-ാം തീയതി ലോകസമാധാനത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ സന്ദേശത്തിൽ യുദ്ധഭീകരതയിൽ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതകൾക്കും പരിശുദ്ധ കർമ്മല മാതാവ് ആശ്വാസം നൽകുകയും സമാധാനം നേരുകയും ചെയ്യട്ടെ എന്നും നമുക്കെല്ലാവർക്കും സമാധാനത്തിനായി പ്രാർത്ഥിക്കാമെന്നും ഫ്രാൻസിസ് പാപ്പ സന്ദേശത്തിൽ അറിയിച്ചു. യൂറോപ്പിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലുമായി 1,23,000 കുട്ടികൾക്ക് ജീവരക്ഷ വാക്സിനുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയും ശിശുക്ഷേമനിധിയും ലോകാരോഗ്യ സംഘടനയും അറിയിച്ചു. ദൈവവിളികൾക്കായി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. വിവിധ സഭാ സമൂഹങ്ങൾക്കായി ജൂലൈ മാസം 15-ാം തീയതി ഫ്രാൻസിസ് പാപ്പ നൽകിയ കൂടിക്കാഴ്ചയിൽ ദൈവവിളികളുടെ പ്രാധാന്യത്തെ എടുത്തു പറയുകയും ദൈവവിളികൾ വർദ്ധിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ജൂബിലി നിറവിൽ 100-ലധികം സന്യസ്തർ. തൃശൂർ അതിരൂപതയിലെ 100-ലധികം സിസ്റ്റേഴ്സ് തങ്ങളുടെ ജൂബിലി ആഘോഷിക്കുകയും വിശുദ്ധ കുർബാനയിൽ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു. ഇടവക വാർത്തകൾ. പാവങ്ങളോട് പക്ഷം ചേർന്ന് യൂണിറ്റുകളും. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വികാരി ഫാദർ സ്റ്റാസിന്റെ കളിക്കണനസിന്റെ നേതൃത്വത്തിൽ സെന്റ് റാഫേൽ യൂണിറ്റ് അംഗങ്ങൾ ചുറ്റിശ്ശേരിയിലെ ചാരിറ്റി സിസ്റ്റേഴ്സ് നടത്തുന്ന പ്രായമായ അമ്മമാർ താമസിക്കുന്ന ദയാസദൻ എന്ന സ്ഥാപനം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയും അവരോടൊത്ത് കഴിക്കുകയും അവർക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ മാസം തോറും എത്തിച്ചു നൽകാമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അറിയിച്ചു. സഹോദര സ്നേഹത്തിന്റെ മറ്റൊരു മുഖം. തൈക്കാട്ടുശ്ശേരി ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരി ഫാദർ സ്റ്റാസിനച്ചിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഒരു കുടുംബത്തിന്റെ വീടുപണിയുടെ ഭാഗമായി യുവജനങ്ങളുടെയും മുതിർന്ന അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ആ കുടുംബത്തിനു വേണ്ടി ശ്രമദാനം നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ ചേർന്ന് നിൽക്കുകയും ചെയ്തു. നന്ദി. വാർത്തകൾ വായിച്ചത് ഫെമി ഫർജു.